എടുക്കാൻ പോവാ? അതൊക്കെ പറയാം. നീ വേഗം പോയി ഡ്രസ്സ് മാറ്റിട്ടു. നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല. ഇന്ന് കിട്ടുമെന്നാണല്ലോ ടീച്ചർ പറഞ്ഞത്. കിട്ടിയില്ല. എന്നാൽ പോയി വല്ലതും എടുത്ത് കഴിച്ചേ. അവിടെ അവല് വിളയിച്ച് വെച്ചിട്ടുണ്ട്, അവക്കൂടെ കൊടുത്തേക്കണം കേട്ടോ. അവിടെ നിന്നേടാ. ഇതെന്നെ ഉടുപ്പ് മൊത്തം ചെളി. നീ ഉരുണ്ട് കളിക്കുവാണോ സ്കൂളിൽ പോയി? ഉടുപ്പ് ഒരുക്കേ. ഞാൻ തന്നെ വേണം ഇതെല്ലാം കഴുകാൻ. എല്ലാവർക്കും വലിച്ചു വാരി ഇട്ടാൽ മതിയല്ലോ. ഒന്നും ചെയ്യത്തുമില്ല ആരും. നീ എവിടെ നിന്നാണ് ഈ കളത്തിലൊക്കെ പഠിച്ചേ? നിന്നോട് പറഞ്ഞല്ലോ ചീത്ത കൂട്ടുകാരോട് കൂട്ടുകൂടല്ലെന്ന്. ഇനിയും കാണിക്കോ അങ്ങനെ? മാത്തപ്പ അവിടെ നിൽക്കാന്. നിനക്ക് എന്റെ സ്വഭാവം അറിയാൻ മേലാഞ്ഞിട്ടാ. എന്റെ കയ്യിൽ കിട്ടെ ഇന്ന് ഞാൻ നിന്നെ ശരിയാക്കും. ഇവിടെ വേടാ. എന്തിനാടി കൊച്ചിനെ തല്ലുന്ന? ചാച്ചൻ എന്നെ അറിഞ്ഞിട്ടാ. അവനെ പരീക്ഷയ്ക്ക് തോറ്റു. എന്നിട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്ത് പാത്ത് വെച്ചു. ഇവനെ ഞാൻ ഇന്ന് ശരിയാക്കും. നീ ചുമ്മാ കടന്ന് തുള്ളാതെ നാട്ടുകാർ കേൾക്കും. കേൾക്കട്ടെ. ഇല്ലാത്ത കാശുണ്ടാക്കി അങ്ങേര് ഇവനെ പഠിപ്പിക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷയൊന്നും അല്ലല്ലോ. ഞാൻ അവനോട് പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. നീ കയറിപ്പോയേ. ഈ ചാച്ചനാ ഈ കൊച്ചിനെ വഷളാക്കുന്നത്. എടാ മാത്തപ്പാ, നിന്റെ മമ്മി ദേഷ്യക്കാരിയാണെന്ന് അറിയത്തില്ലേ? ഉള്ളി സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നിന്റെ പപ്പായേ കൂടെ ഇല്ലാത്തതിൻ്റെയാ. ആ മോൾ ഇന്ന് നേരത്തെ വന്നോ? ഇന്ന് ട്യൂഷൻ ഇല്ലായിരുന്നോ മോളെ? ഇപ്പോഴത്തെ പിള്ളേർക്ക് ചെവിയും കേൾക്കത്തില്ല. ഡീ, നിനക്ക് തിന്നാനൊന്നും വേണ്ടേ? വന്ന് കയറി ഉടനെ മുറി അടച്ചിരിക്കുക. വേണേ വല്ലതും വന്ന് കഴിച്ചിട്ട് പോ. എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും വന്നത്. അതെങ്ങനാ? വീട്ടിലുണ്ടാക്കുന്നൊന്നും ആർക്കും വേണ്ടല്ലോ. എടി മോളിയേ. ആ ചേച്ചിയോ? എൻ്റെ കൊച്ചിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടി. നല്ല മാർക്കുണ്ടടി. നിന്റെ കൊച്ചിന് കിട്ടിയില്ലോടി? ആ കിട്ടി. അവൻ ഏതോ വിഷയത്തിന് തോറ്റെന്ന് കൊച്ചു പറയുന്നത് കേട്ടു. എന്നാ പറ്റിയടി? അത് പിന്നെ അവനൊന്ന് സുഖമില്ലായിരുന്നു. ആ അതാ. അല്ലേ അവനും മേടിച്ചേനെ. ഓ, എന്നാ ശരിയടി. ഹലോ, എടാ നീ എവിടാ? കരയാതെ. നീ എന്തിനാ അങ്ങനെയൊക്കെ അവനോട് പറയാൻ പോയേ? അതല്ലേ അവൻ ഇങ്ങനൊക്കെ ചെയ്തേ? വേറെ ആരെങ്കിലും കണ്ടാണോ? എനിക്ക് പേടിയാവുന്നു. അതൊന്നുമില്ലടി. ആ ഫോട്ടോ അവൻ മോർഫ് ചെയ്തതാ. നീ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. എടി പിന്നെ ഇതൊന്നും വീട്ടിൽ പറയണ്ട കേട്ടോ, മൊത്തത്തിൽ സീനാവും. ഇപ്പം ഇതവൻ നിനക്കല്ലേ അയച്ചുള്ളൂ. ഇനി നീ എല്ലാവരോടും പറഞ്ഞ് അവൻ എല്ലാവർക്കും അയച്ചാലോ? സണ്ണിച്ച, ഞാൻ മടുത്തു. തോറ്റ് തൊപ്പിയിട്ട് വന്നേക്കുവാ മാത്തപ്പൻ. ഞാൻ ഇനി എങ്ങനെ എല്ലാവരുടെയും മുഖത്ത് നോക്കും? എടി, നീ ഇങ്ങനെ നാട്ടുകാർ പറയുന്നത് കേട്ട് ജീവിക്കാതെ. പിള്ളേരാകുമ്പോൾ ഇച്ചിരി മാർക്ക് കുറഞ്ഞെന്നൊക്കെ ഇരിക്കും. അതിന് നീ കിടന്നുകൊണ്ട് ഇങ്ങനെ ബഹളം വെച്ചാലോ? നീ അവനെ അടിച്ചോ? പിന്നെ ഞാൻ അവനെ പിടിച്ച് കൊഞ്ചിക്കണോ?
എടി നിന്റെ പ്രശ്നം അസൂയ, എല്ലാവരോടും അസൂയ. അതിന് നീ കൊച്ചിനെ ഇട്ടിങ്ങനെ തല്ലിയാലുണ്ടല്ലോ. നിങ്ങളുടെ ചാച്ചനാണ് അവനെ വഷളാക്കുന്നത്. എനിക്ക് മടുത്തു. എനിക്കിവിടെ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. അതിനിടയ്ക്ക് നീ ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരരുത്. ഇനി ഞാനൊട്ടൊന്നും പറയുന്നുമില്ല. ഞാൻ കാരണം ആരും വിഷമിക്കുകയും വേണ്ട. ഇവളോട് എന്നാ പറഞ്ഞാലും ഇങ്ങനെ പിള്ളേരെ നോക്കാൻ പഠിക്കണം. ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരും. മാത്തപ്പ, ഇനി അതാ കുടിയിലോട്ട് വെച്ച് അങ്ങനെ. അയ്യോ, മറിഞ്ഞു പോയോ? സാരമില്ല, നേരെ എടുത്തു. മരുന്നിടുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നടണം. ഇനി നമുക്ക് മണ്ണിടാം. ആ, അങ്ങനെ. എടാ മാത്തപ്പ, ഇപ്പൊ ഈ വലിയ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇല്ല. അതൊക്കെ മനുഷ്യൻ മരങ്ങൾ വെട്ടുന്നതുകൊണ്ടാണ്. കാട് മൊത്തം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. മരം വെട്ടിയാൽ അതുപോലെ വെച്ച് പിടിപ്പിക്കുകയും വേണം, അല്ലെങ്കിൽ പ്രകൃതിയിൽ മാറ്റം ഉണ്ടാവും. ഈ 1 മാസം കൊണ്ട് പെയ്യേണ്ട മഴയുണ്ടല്ലോ, ഒറ്റ ദിവസം കൊണ്ട് പെയ്താൽ എന്തു പറ്റുമെന്നറിയാവോ? ഉരുള് പൊട്ടും. വയനാട്ടിൽ മരിച്ചവർക്ക് വേണ്ടി ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആണോ? ഇതെന്തേടിയാ ചാച്ചാ? ഇതേ നല്ല വരിക്കപ്ലാവ. വളർന്നാൽ നല്ല തണൽ കിട്ടും, തണുപ്പ് കിട്ടും, പിന്നെ ഇഷ്ടം പോലെ ചക്കയും. ഇത് വളരുമ്പോൾ ഞാനൊന്നും കാണത്തില്ല. ഇതിൻ്റെ ചക്ക തിന്നാൻ നീയൊക്കെ നാട്ടിൽ കാണുമോന്നും അറിയത്തില്ല. പക്ഷേ ഇത് പ്രകൃതിക്ക് അനുഗ്രഹം. എടാ മാത്തപ്പ, പരീക്ഷയ്ക്ക് തോറ്റപ്പം മോന് വിഷമമായോ? തോറ്റപ്പോ വിഷമമായില്ല, പക്ഷെ അമ്മ അടിച്ചപ്പോ വിഷമമായി. നിന്റെ മമ്മയ്ക്ക് ദേഷ്യം പണ്ടേ കൂടുതലാണ്. നോക്കിയും കണ്ട് നിന്നില്ല, ഇനിയും കിട്ടും അടി. അടിയൊക്കെ തന്നാലും ഉള്ളു നിറച്ച് നിന്നോട് സ്നേഹമാണ്. അപ്പോ ചാച്ചനിട്ടും അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടോ? ഒന്ന് പോടാ മാത്തപ്പ, വാ, സന്ധ്യയായി, കേറിപ്പോകാം. പപ്പയും മമ്മിയും എന്നോട് ക്ഷമിക്കണം. എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി അവനായിരിക്കും. എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചാൽ അവർ പറയും ഞാനീ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പപ്പയും മമ്മിയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. എടി മിന്നു, കഥവ് തുറന്നേ. നീ എന്നെ എടുക്കുമോ അവിടെ? എടി തുറക്കാനാ പറഞ്ഞത്. എന്നാ പറ്റിയടി? മമ്മി, എന്നാ മോളെ? എന്നാ പറ്റിയടി? എന്നാ പറ മോളെ. എടാ മാത്തപ്പ, ചാച്ചനൊരു കഥ പറയാം. ഒരിക്കൽ പെൺകുട്ടികളുടെ ഓട്ടമത്സരം നടക്കുകയായിരുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എല്ലാവരും ഓടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുക. അതിലൊരു കുട്ടി മാത്രം കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓട്ടമത്സരം തുടങ്ങി. എല്ലാവരും വിചാരിച്ചു പ്രാർത്ഥിച്ച കുട്ടിയാണ് 1ാം സ്ഥാനത്തെത്തുന്നതെന്ന്. പക്ഷെ അവള് ഏറ്റവും അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യുന്നത്. അവളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടീച്ചർ വന്ന് അവളോട് ചോദിച്ചു, നീ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയിട്ട് ഒരു വിഷമവും ഇല്ലേ എന്ന്. അപ്പോൾ അവള് പറഞ്ഞു, ടീച്ചറെ, ഞാൻ പ്രാർത്ഥിച്ചത് ജയിക്കാനല്ല, തോറ്റാലും കരയാതിരിക്കാനായിട്ടാണെന്ന്. അതുകൊണ്ട് എനിക്ക് ഒട്ടും വിഷമമില്ലെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ജയിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, ഇടയ്ക്കൊക്കെ തോക്കാനും കൂടെ പഠിക്കണം.
തോറ്റാൽ കരയാതിരിക്കാനും പഠിക്കണം. ഈ ജയവും തോൽവിയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് മക്കളെ. പിന്നെ പരീക്ഷയ്ക്ക് തോറ്റു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ഒരു ജോലി പോലും കിട്ടത്തില്ല. പഴയ ആൾക്കാർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എടീ മോളിക്കൊച്ചേ, പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നവർ മാത്രമാണ് ജീവിതത്തിൽ ജയിക്കുന്നതെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? അതിനാദ്യം വേണ്ടതേ ദൈവാനുഗ്രഹവും കുരുത്തവും. അന്ന് പെണ്ണ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇല്ലേ എനിക്കും നല്ല മാർക്ക് കിട്ടിയാനെ. എത്ര വലിയ ദുരന്തമോ തകർച്ചയോ ജീവിതത്തിലുണ്ടായാലും മനുഷ്യൻ അതിനെയൊക്കെ അതിജീവിക്കണം. അതാണ് ജീവിതം. മോളിങ്ങ് വന്നേ. ചാച്ചൻ വിളിച്ച കേട്ടില്ലേടി? അങ്ങോട്ട് ചെല്ലേ. മോളെ, നിനക്ക് എന്നതാ പറ്റിയതെന്ന് ചാച്ചൻ അറിയത്തില്ല. പക്ഷെ അതെന്തായാലും ഞങ്ങളെല്ലാവരും നിന്റെ കൂടെയുണ്ട്. ചാച്ചാ, പിന്നെ എന്നാ വലിയ പ്രശ്നമുണ്ടേലും അതിനൊക്കെ പരിഹാരം കാണാൻ നിങ്ങളുടെ സ്വർഗത്തിൽ ഇരിക്കുന്ന അമ്മച്ചിക്ക് പണ്ടേ നല്ല കഴിവാ. എന്നാ നമുക്ക് കുരിശു വരയ്ക്കാം. എടാ മാത്തപ്പ, എഴുന്നേറ്റേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എടാ ചക്ക, ഇനി എൻ്റെ കൊച്ചിനെന്തെങ്കിലും പ്രശ്നം നീ ഉണ്ടാക്കിയെന്നറിഞ്ഞാൽ പിന്നെ എന്നാ നടക്കാൻ പോകുന്നതെന്ന് നിന്റെ വല്യപ്പൻ കൊച്ചുകുഞ്ഞിനോടൊന്ന് പോയി ചോദിച്ചാൽ മതി. കേട്ടോടാ? എന്നാ പോട്ടടാ പോവേ. വാടാ മാത്തപ്പ.